നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2016 ആണ്ട് മേടമാസം മുതൽ ഒരു വർഷത്തേക്ക്, ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും ദൂരദേശവാസം വേണ്ടി വരുവാനും ചർച്ചകൾ നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വേണ്ടി വരുവാനും യാത്രയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനുള്ള സാഹചര്യം ഉണ്ടായതിനാൽ ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാതാപിതാക്കളോടൊപ്പം താമസിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. എന്നാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ പലപ്പോഴും പരസഹായം തേടി വരുവാനും പരസഹായം വേണ്ടി വരുവാനും ഇടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അനുഭവപ്പെടുമെങ്കിലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. വ്യാപാരത്തിൽ മാന്ദ്യം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണത കൈവരുവാനായിട്ട് സാമ്പത്തികമായിട്ട് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകുവാനിടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി സമാശ്വാസമുണ്ടായിത്തീരും. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. സസൂക്ഷ്മം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവെ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അന്തിമമായിട്ട് ഏതൊരു കാര്യവും ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഗവൺമെൻറ് തലത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുവാനും ഇടയുണ്ട്. ഇതാണ് ഉത്രാട നക്ഷത്രക്കാരുടെ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത്. നമസ്കാരം.